सबको नमस्ते. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. നമ്മുടെ अगला पाठ टीवी है. टीवी नामक एक पाठ पढ़ने के लिए दिया है. दूसरा पाठ ये पाठ एक पटकथा होता है. पटकथा माने പടക്കഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? പടക്കഥ തിരക്കഥ. തിരക്കഥ തിരക്കഥയുടെ ഉപയോഗം എന്താ? തിരക്കഥ എന്ന് കേട്ടിട്ടുണ്ടാവില്ല. തിരക്കഥയുടെ ഉപയോഗം എന്താ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. തിരക്കഥ എന്തിനാ ഒരു ചിത്രീകരണം നടത്തുന്നതിന്, ഒരു സിനിമയോ അല്ലെങ്കിൽ അതേപോലെ നാടകമോ അങ്ങനെ അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന മറ്റ് പ്രോഗ്രാമുകളോ ഒക്കെ ചിത്രീകരിക്കുന്ന, ക്യാമറയൊക്കെ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഥയുടെ രൂപത്തെ മാറ്റിയെടുക്കുന്നതാണ് തിരക്കഥയായിട്ട്. അപ്പോൾ ഒരു കഥയെ അടിസ്ഥാനമാക്കി ആയിരിക്കും ഇങ്ങനെയുള്ള ചിത്രീകരണങ്ങളൊക്കെ നടത്തുക. ടി വി കാണുന്ന ഈ പ്രോഗ്രാം അല്ലെങ്കിൽ സിനിമയൊക്കെ നടക്കുന്നത് സാധാരണ ഒരു കഥയെ അടിസ്ഥാനമാക്കിയായിരിക്കും. ആ കഥയെ നമ്മൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി തിരക്കഥയുടെ രൂപത്തിലേക്ക് മാറ്റും. അപ്പോൾ കഥയും തിരക്കഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഒരു ടി വിയിൽ നമ്മളൊരു പ്രോഗ്രാം കാണുമ്പോൾ, ഒരു സിനിമ കാണുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ കാണാൻ നമുക്ക് സാധിക്കുക? സ്ക്രീനിൽ, ടി വി സ്ക്രീനിൽ എന്തൊക്കെയാണ് കാണുക? ആ രംഗവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിലെ കഥാപാത്രങ്ങളുണ്ട് അല്ലേ? പിന്നെ എന്തുണ്ട്? കഥാപാത്രങ്ങളുണ്ട്. പിന്നെ എന്തുണ്ട്? അവരുടെ ഒരു അഭിനയം അവിടെ നടക്കുന്നുണ്ട് അല്ലേ? അഭിനയം എന്ന് പറയുന്ന അവരുടെ ആക്ഷനുകളും മുഖത്ത് കാണുന്ന ആ ഭാവങ്ങളും അതൊക്കെ ചേർന്നാണ് അഭിനയം എന്ന് പറയും. കൂടാതെ അവർ തമ്മിലുള്ള സംഭാഷണമുണ്ട് അല്ലേ? നടക്കുന്നില്ലേ? സംഭാഷണമുണ്ട്. പിന്നെ അതുകൂടാതെ അത് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലമുണ്ട്. ഒരു സിനിമ കണ്ട എല്ലാം ഒരേ സ്ഥലം തന്നെയാണോ? മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അല്ലേ? സാറേ, ഒരു ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാണ്. അപ്പോൾ ഇങ്ങനെ ചിത്രീകരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. കൂടാതെ അതിൻ്റെ അകത്ത് അടുത്തത് വരുന്ന എന്തുണ്ട്? ഒരു പ്രത്യേക സമയമുണ്ടാകും. ചില സീനുകൾ രാവിലെ ആയിരിക്കും, ചിലത് ഉച്ചയ്ക്കായിരിക്കും, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് രാത്രിയായിരിക്കും. പല സമയങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഒരു പടക്കഥ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കഥയെ തിരക്കഥയാക്കിയിട്ട് മാറ്റണം. അത് മാറ്റണമെങ്കിലോ ആ കഥയിലെ സംഭവങ്ങളെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഒരു കഥയിൽ ധാരാളം സംഭവങ്ങളുണ്ടാകും. അപ്പോൾ ആ സംഭവങ്ങളെ കണ്ടുപിടിച്ചതിന് ശേഷം വേണം അതിനെ ഓരോ സീനായിട്ട് നമ്മൾ തിരക്കഥ, എത്ര സീന് നമ്മൾ ചിത്രീകരിക്കുന്നുണ്ടോ ആ കഥ പൂർണ്ണമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് അത്രയും സീനുകളെ തിരക്കഥയുടെ രൂപത്തിലേക്ക് മാറ്റണം. നിങ്ങളുടെ കൈവശം നോട്ട് ബുക്ക്, പേനയൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഒരു തിരക്കഥയിൽ വേണ്ട പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ കുറിച്ച് വെക്കുക കേട്ടോ. ഒരു തിരക്കഥയിൽ വേണ്ട പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം. ഇത് ചിത്രീകരിക്കുന്ന സംഭവം നടക്കുന്ന സ്ഥലം. സ്ഥാൻ എഴുതാൻ പറ്റുന്നുണ്ടോ? സ്ഥാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ്, സ്ഥലം. അടുത്തതായിട്ട് വേണ്ടത് സമയമാണ് ടൈം, സമയം. ആ സംഭവം ചിത്രീകരിക്കുന്ന, സംഭവം നടക്കുന്ന സ്ഥലം എഴുതിയല്ലോ. അടുത്തത് പാത്രമാണ് കഥാപാത്രങ്ങൾ. പാത്രം. ഇനി അടുത്തത് പറയേ. ഒന്നാമത്താണ് സ്ഥാൻ.
ചിത്രീകരിക്കുന്ന സ്ഥലം ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. എങ്ങനെയുള്ള സ്ഥലമാണ്, ഏത് സ്ഥലമാണ് എന്നുള്ളത്. അടുത്തത് സമയം, ചിത്രീകരിക്കുന്ന സമയം. മൂന്നാമതായിട്ട് വരുന്നതാണ് പാത്രം. പാത്രം അർത്ഥം കഥാപാത്രം, ക്യാരക്ടർ എന്നൊക്കെ പറയും. ഇനി അടുത്തത് നാലാമത്തതാണ് കഥാപാത്രങ്ങളുടെ വയസ്സ്, ആയു. ആയു ആയു എന്ന് പറഞ്ഞാൽ ഏജ്. അടുത്തത് അഞ്ചാമത്തത് വരുന്നതാണ് കഥാപാത്രങ്ങളുടെ വേഷ്. അടുത്തത് വേഷ്. വേഷ് വേഷ് അല്ലെ വേഷഭൂഷ എന്ന് പറഞ്ഞാൽ വേഷം, ഡ്രസ്സ്. അതിൽ ആ കോസ്റ്റ്യൂമൊക്കെ അതിലാണ് ഉൾപ്പെടുന്നത്. ശരിയല്ലോ. അടുത്തത് ആറാമത്തെ ഘടന. ഘടന മാനെ സംഭവം അല്ലെങ്കിൽ ഒരു കഥ. ഘടന, ഘ ഖ ഗ ഘ ഘ ഘടന. ഘടന മാനെ സംഭവം അല്ലെങ്കിൽ കഥ. എന്താണ് അവിടെ ചിത്രീകരിക്കുന്ന കഥ എന്നാണ് അവിടെ വ്യക്തമാക്കേണ്ടത്. അടുത്തത് സംവാദ്. സംവാദം എന്ന് പറഞ്ഞാൽ ഡയലോഗ്, സംഭാഷണം. സംവാദ്, സംവാദ്, സംഭാഷണം. ഇങ്ങനെ 6-7 കാര്യങ്ങൾ ഒരു തിരക്കഥ എഴുതുമ്പോൾ ഉണ്ടായിരിക്കണം. അപ്പം അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു ക്യാമറയൊക്കെ ഉപയോഗിച്ച് ഒരു തിരക്കഥ ഷൂട്ട് ചെയ്യുക. കേൾക്കുന്നുണ്ടല്ലോ? ഇനി സംഭാഷണം എഴുതുന്ന സമയത്ത് ആ കഥാപാത്രങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തി, ഓരോ കഥാപാത്രത്തിനും പേരുകളുണ്ടാവുമല്ലോ, പേരുകൾ രേഖപ്പെടുത്തി അവരുടെ ആ ഡയലോഗ് എഴുതുന്ന സമയത്ത് ബ്രാക്കറ്റിൽ അവർ പ്രകടിപ്പിക്കുന്ന ഭാവം അല്ലെങ്കിൽ ആക്ഷൻ മുതലായവ ബ്രാക്കറ്റ് രേഖപ്പെടുത്തും. സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി, ക്രുത് കെ സാത്ത്, ദുഃഖ് കെ സാത്ത്, ഖുഷി കെ സാത്ത്, ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ആ സംഭാഷണം പ്രകടിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഒരു സിനിമയെ സംബന്ധിച്ച് ഒരു തിരക്കഥയിൽ 100 കണക്കിന് സീനുകൾ ഉണ്ടാകും. അവ ചിത്രീകരിച്ചാണ് എപ്പോഴും ഒരു പൂർണ്ണമായ ചിത്രം. നിങ്ങൾ സിനിമയിലൊക്കെ ഒരു ഡാൻസ് രംഗം കണ്ടിട്ടില്ലേ? അതിൽ തന്നെ പല സ്ഥലങ്ങളും പല വേഷങ്ങളും ആണ് കാണിക്കുന്നത്. ഇതെല്ലാം ഓരോ സീനുകളായിട്ട് പല സമയത്ത് ചിത്രീകരിച്ച് 10-20 സീനുകൾ ഉണ്ടാവും ഒരു ഡാൻസിന്. അപ്പോൾ അത് ചിത്രീകരിച്ച് കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ ഒരു നൃത്തത്തിൻ്റെ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമയിൽ 100 കണക്കിന് സീനുകളുണ്ടാകും. അപ്പം കഥയെ തിരക്കഥയാണ്. അപ്പം തിരക്കഥയ്ക്ക് ഹിന്ദിയിൽ പറയുന്നതാണ് പടക്കഥ. നിങ്ങൾക്ക് ഈ വർഷം 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു പോയിൻ്റാണ്. നിങ്ങൾക്ക് പഠന ലക്ഷ്യമാണ് പടക്കഥ എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലത്തെ ഒരു പടക്കഥയാണ്, കുറേ സീനുകളോട് കൂടിയ ഒരു പടക്കഥയാണ് നമുക്ക് TV എന്ന പേരിൽ പഠിക്കാൻ തന്നിരിക്കുന്നത്. അതിൻ്റെ ലേഖകനാണ്, തിരക്കഥാകൃത്താണ് വരുൺ ഗ്രോവർ. ലേഖക കാ നാം പേ വരുൺ ഗ്രോവർ. ഒന്ന് പറഞ്ഞേ, ഒന്ന് ഉച്ചരിച്ച്. വരുൺ ഗ്രോവർ. വരുൺ ഗ്രോവർ. പാട് കാ നാം ഹേ TV. TV എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? TV പരിചയമില്ലേ? TV എന്ന് പറഞ്ഞാൽ പരിചയമില്ലേ? ടെലിവിഷൻ TV. മിക്കവാറും വീട്ടിലൊക്കെ ഉള്ളതാണ്. ഈ പാഠം വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് വായിച്ചു നോക്കണമെന്ന്. വായിച്ചു നോക്കിയായിരുന്നോ? ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കി? കുറച്ച് വായിച്ചു നോക്കി അല്ലേ? പാഠം എല്ലാവരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 8-10 പ്രാവശ്യം വായിക്കണം കേട്ടോ. എന്നാലേ വായിക്കാൻ പഠിക്കുകയുള്ളൂ. എന്താണ് അതിൻ്റെ ആശയമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
ആ ആശയം മനസ്സിലാകാനാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആശയം മനസ്സിലാകണമെങ്കിൽ 8-10 പ്രാവശ്യം വായിക്കണം, വീണ്ടും 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 വായിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലേ ശരിക്കും വായിക്കാനും പഠിക്കുള്ളൂ. പഹലഹം ദേഖേ സീൻ ഏക്ക്, ഒന്നാമത്തെ സീനാണ്. ദൃശ്യ സീന് എന്നൊക്കെ പറയും. പുസ്തകത്തിൽ നോക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ നോക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ കാണുന്നുണ്ടെങ്കിൽ അത് നോക്കുക. പുസ്തകത്തിൽ നേരിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ വിശദമായിട്ട് കാണും. മൊബൈൽ സ്ക്രീൻ ചെറുതായതുകൊണ്ട് കാണാൻ പ്രയാസമായിരിക്കും. അപ്പം നമുക്ക് गोबू के घर के बाहर की कच्ची सड़क दोपहर के 2 बजे, पहला सीन शुरू होता है। गोबू नामक पात्र के घर के बाहर की कच्ची सड़क, सड़क का अर्थ, सड़क എന്ന് പറഞ്ഞാൽ എന്താ? റോഡ്. സടക്ക് കാ മതലബ് റോഡ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കച്ചി സടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺ റോഡ് എന്ന് പറഞ്ഞാൽ ടാർ ചെയ്യാത്ത റോഡ്. गोपू के घर के बाहर की कच्ची सड़क, गोपू के घर के सामने एक कच्ची सड़क है। दोपहर के 2 बजे, दोपहर माने उच्च समय, 2 बजे माने 2 PM, 2 മണി. അപ്പോൾ സ്ഥലവും സമയവും കൊടുത്തിട്ടുണ്ട്. ने അതിൻ്റെ एक विवरण भी उसके साथ साथ दिया है। पहाड़ी इलाका, दूर दूर तक फैले पहाड़ दिख रहे हैं। करीबन 8-10 साल की उम्र के 3 बच्चे गोबू, चुन्नी और लेल्लू, गोबू, चुन्नी और लेल्लू कच्चे रास्ते पर खड़े हैं। गोबू देखने से ही बाकी दोनों पर काफी लगता है। वो जमीन पर झुका है और कुछ उड़ाने की कोशिश कर रहा है। उसके हाथ में मकोटा है। पहाड़ी इलाका, पहाड़ी इलाका എന്ന് പറഞ്ഞാൽ പർവ്വത പ്രദേശം. ഇലാക്ക മാനെ ഗാവ്, ഗ്രാമം, വില്ലേജ്, माउंटेन विलेज. पहाड़ी इलाका, दूर दूर तक फैले पहाड़ दिख रहे हैं. അപ്പം ആ സീനിൽ കാണുന്ന ദൃശ്യം വളരെ വിശാലമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന, ദൂരെ ദൂരെ വ്യാപിച്ച് കിടക്കുന്ന പർവ്വതങ്ങൾ കാണാം. करीबन 8-10 साल की उम्र के 3 बच्चे, പാത്രോं की ആയു, കഥാപാത്രങ്ങളുടെ വയസ്സ്, ഏജ് ആണ് പ്രതിപാദിക്കുന്നത്. കരീബൻ, കരീബൻ മാനെ ഏകദേശം, ലഗ്ഭഗ്, അബൌട്ട്. 8-10 साल की उम्र के 3, ഉമ്ര മാനെ ആയു, ഏജ് എന്നുള്ളത്. 3 ബच्चे, അതിലെ കഥാപാത്രങ്ങൾ 8-10 വയസ്സ് പ്രായമുള്ള 3 കുട്ടികൾ. इनका नाम है गोबू, चुन्नी और लेल्लू. 3 बच्चे कच्चे रास्ते पर खड़े हैं. ये रास्ते में खड़े हैं. ഈ വഴിയിൽ നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. गोबू देखने से ही बाकी दोनों पर काफी लगता है. गोबू को देखते समय सबको खुशी होता है. दूसरे चुन्नी और लेल्लू को खुशी होता है. वो जमीन पर झुका है और कुछ उड़ाने की कोशिश कर रहा है. वो गोबू जमीन से कुछ उड़ाने की कोशिश करता है. कोशिश करना माने परिश्रमिക്കുക, एफर्ट. जमीन पर झुका है, നിലത്ത് കുനിഞ്ഞ് कुछ उड़ाने की कोशिश करता है. उसके हाथ में मकोड़ा है. मकोड़ा, मकोड़ा माने ഒരു കീടം, ഒരു പ്രാണി, ഒരു ചെറിയ പ്രാണി എന്നുള്ള അർത്ഥം, कीड़म എന്നൊക്കെയുള്ള അർത്ഥം. उसके बाद गोबू संवाद शुरू होता है. गोबू कहता है, चुन्नी को मकोड़ा पकड़ाते हुए, ये लो तेरा प्यारा मकोड़ा, अब खाई इसकी कसम. गोबू चुन्नी की ओर मुड़कर कहता है, यह मकोड़ा चुन्नी के हाथ में देते हुए कहता है. ചുന്നിയുടെ കയ്യിൽ ആ മകോടയെ കൊടുത്തുകൊണ്ട് പറയുകയാണ്, ये ले तेरा प्यारा मकोड़ा, अब खा इसकी कसम. कसम, कसम माने ശബ്ദം. കസം ഖാന എന്ന് പറഞ്ഞാൽ ശബ്ദം ചെയ്യുക. എന്താ പറയുന്നത്? തും ഇസ് മകോടേക്കോ പകടുക്കർ കസം ഖാലേ, നീ മകോടയെ പിടിച്ചിട്ട് തൊട്ടിട്ട് ശബ്ദം ചെയ്യൂ. ചുന്നി മുസ്കുരാക്കർ മകോട പകടത്ത പുലിയെ കൈസെ കാനി ഹേ,
चुन्नी पूछता है, गोबू से पूछता है मुस्कुराकर, मुस्कुराना माने പുഞ്ചിരിക്കുക, സ്മൈലിംഗ്. മകോട പകടത്തെ കൈസെ കസം കാനി ഹേ, എങ്ങനെയാണ് ശബ്ദം ചെയ്യേണ്ടത്? ഗോബു അരേ ജൈസെ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ ബോൾ മേ കസം കാത്തി ഹും. അപ്പൊ ഗോബു പറയാണ്, സ്കൂളിൽ സാറൊക്കെ ശബ്ദം ചെയ്യിപ്പിക്കല്ലേ, അതേപോലെ അരേ ജൈസെ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ ബോൾ മേ കസം കാത്തി ഹും. നീ ഇങ്ങനെ പറ, ഞാൻ ശബ്ദം ചെയ്യുന്നു. ചുന്നി മേ കസം കാത്തി ഹും. चुन्नी भी एक सुनकर कहती है मैं कसम खाती हूँ. गोबू कि हम चुपके से दूसरे गांव जाएंगे. चुपके से माने സൈലന്റ് എന്നാണ്, രഹസ്യമായി, മറ്റാരും അറിയാതെ. ഹം ചുപ്കെ സെ ദൂസരെ ഗാവ് ജായെങ്കെ, നമ്മൾ രഹസ്യമായിട്ട് ആരും അറിയാതെ അടുത്ത ഗ്രാമത്തിൽ പോകുന്നു. ചുന്നി കി ഹം ചുപ്കെ സെ ദൂസരെ ഗാവ് ജായെങ്കെ, അവൾ ശബ്ദം ചെയ്യുകയാണ് ഗോപു പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച്. അവർ ഗോപു അവർ ചുപ്കെ സെ ടി വി ദേഖ് കർ ആയെങ്കെ, നമ്മൾ രഹസ്യമായിട്ട് ടി വി കണ്ടിട്ട് മടങ്ങി വരും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത്? കിസ്കെ ലിയെ ജാത്തെ ഹെ തീൻ ബच्चे. മൈക്ക് ഓണാക്ക്. എന്തിനു വേണ്ടി? टी वी देखने के लिए, टी वी देखने के लिए तीनों बच्चे अगले गांव में जाते हैं. कैसे जाते हैं? चुपके से, രഹസ്യമായിട്ടാണ് പോകുന്നത്. രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ വീട്ടിലാരും അറിയാതെ. चुन्नी हंसी रोकते हुए और चुपके से टीवी देख कर आएंगे. गोबो और यह बात किसी को नहीं बताएंगे. माम को भी नहीं. അമ്മയോട് പോലും ഈ കാര്യം പറയരുത്. ബോത്ത് ചുപ്കെ സെ, വളരെ രഹസ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. ലല്ലോ ബീച്ച് മേ ഡോട്ട് കാർ മാം കോ കൈസെ ബതായെങ്കെ മാ തോ സോ രഹി ഹേ. അപ്പോൾ ലല്ലു എന്ന് പറയുന്ന കഥാപാത്രം, കുട്ടി പറയുകയാണ്, മാ കോ കൈസെ ബതായെങ്കെ, അമ്മയോട് എങ്ങനെയാ പറയുക? മാ തോ സോ രഹി ഹേ, ദുപഹർ കെ സമയം മാ സോ രഹി ഹേ, അമ്മ ഉറങ്ങുകയല്ലേ, അമ്മയോട് എങ്ങനെ ആണ് ടി വി കാണാൻ പോകുന്ന കാര്യം പറയുന്നത്? ഇത്രയും കാര്യം ബോധ്യമായോ? മനസ്സിലാവുന്നുണ്ടോ? अगला गोबू कहता हाँ माँ तो सो रही है, अब मकोड़ा रख दे. मैं ഉറങ്ങുകയാണ്, മക്കോട രഖ് ദേ. മക്കോടയെ ചുന്നി മക്കോട രഖ് ദേത്തി ഹെ. ഹാത്ത് ജാഡ്ത്തി ഹെ. ഹാത്ത് ജാഡിന മാനെ കൈ കുടയുക, കൈ കുടഞ്ഞ് കയ്യിലുള്ള മക്കോടയെ കളയുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സംവാദം എഴുതുമ്പോൾ, സംഭാഷണം എഴുതുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിലാണ് അതിൻ്റെ ആക്ഷനൊക്കെ കൊടുക്കുന്നത്. എന്ത് ചെയ്തുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്? കൈ കുടഞ്ഞുകൊണ്ട് മക്കോടയെ കളഞ്ഞുകൊണ്ട് ദൂർ ഫെങ്ത്തെ ഹുയെ कहती है. ഗോബു ആകെ ബിഡത്തെ ഹുയെ, ആകെ ബിഡിന മുൻപോട്ട് പോവുക. തോ ഫിർ ചലോ, മുൻപോട്ട് നടന്നുകൊണ്ട് പറയാം, വാ നമുക്ക് നടക്കാം, പോകാം. തീനോ വെച്ച് കച്ചി സടക്ക് പർ ആകെ ബിഡ് ജാത്തെ ഹെ. മൂന്ന് കുട്ടികളും മൺ റോഡിലൂടെ മുൻപോട്ട് നടക്കും. इससे पहला सीन समाप्त हो गया. അപ്പോൾ ഒന്നാമത്തെ സീനിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? तीनों बच्चे घर में ना बताकर चुपके से टीवी देखने के लिए अगले गांव में जाते हैं. जाते समय गोबू दूसरे बच्चों से या चुन्नी से शब्द दिलाते हैं, कसम खाते हैं. किसी से एक बात नहीं बताना. गुप्त रूप से वे टीवी देखने के लिए अगले गांव में जाते हैं. अगला सीन 2, രണ്ടാമത്തെ സീനാണ് ഇനി പറയുന്നത്. पहाड़ की पगडंडी दोपहर के 3 बजे. पहाड़ की पगडंडी, പർവ്വതത്തിലെ പഗഡണ്ടി. പഗഡണ്ടി മാനെ ഇടവഴി എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന ചെറിയ വഴി. दोपहर के 3 बजे, समय 3 बजे हो गए. पहले दृश्य में सीन में 2 बजे थे, अब चलते चलते 3 बजे हो गए हैं. बच्चे मेखन से पहाड़ की पगडंडी चढ़ रहे हैं. सामने वाली एक चोटी पर टीवी टावर दिख रहा है. बच्चे मेखन से पहाड़ की पगडंडी चढ़ रहे हैं. मेखन से चढ़ना माने പ്രയാസപ്പെട്ട് കയറുക അല്ലെങ്കിൽ നടക്കുക.
बहुत कोशिश करके कठिनाई से ये पहाड़ की पगडंडी इടവഴിയിലൂടെ पहाड़ चढ़ रहे हैं. सामने वाली एक चोटी पर, ചോട്ടി മാനെ പർവ്വത ശിഖരം, കൊടുമുടി എന്നാണ് പർവ്വതത്തിന്റെ മുകൾ ഭാഗം, മലയുടെ മുകൾ ഭാഗം. സാമനെ വാലെ एक छोटी पर टीवी ടവർ दिख रहा है. അടുത്ത ഒരു കുന്നിൻ മുകളിൽ ടിവിയുടെ ടവർ കാണപ്പെടുന്നുണ്ട്. गोबू देख यही वो टावर है जिससे टीवी आता है. लेलो आता कहाँ है? आता होता तो हम दूसरे गांव क्यों जाते? गोबू चुन्नी ये लेलू एकदम लेलू है ना. बाबा ने बताया था ना कि इसी टावर से दूसरे गांव में टीवी आता है, और क्योंकि हमारा गांव पहाड़ के इस तरफ है, हमारे में नहीं आता. चुन्नी हाँ, मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. देखिए गोबू देख यही वो टावर है जिससे टीवी आता है. രണ്ടാമത്തെ സീൻ തുടങ്ങുകയാണ്. ഗോപു അവിടെ സംസാരിക്കുകയാണ്, ബാतें करता है. देख यही वो टावर है जिससे टीवी आता है. टीवी आने वाले टावर है वो. അവൻ ടവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഇതിൽ നിന്നുമാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ, എല്ലാവരുടെയും വീട്ടിലേക്ക് ടി വി എത്തുന്നത്, അല്ലെങ്കിൽ സിഗ്നൽ എത്തുന്നത്. ലല്ലു ആത്താ കഹാ ആത്താ ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ. അപ്പം ഏറ്റവും കൊച്ചുകുട്ടിയായ ലല്ലു പറയുകയാണ്, ആത്താ കഹാ ഹേ, എങ്ങനെ വരാനാണ്? ആത്താ ഹോത്താ തോ, വരികയായിരുന്നുവെങ്കിൽ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ, നമ്മൾ അടുത്ത ഗ്രാമത്തിൽ പോകേണ്ടി വരുമായിരുന്നോ? ഗോപു ചുന്നി ഏക്ക് ലല്ലു ഏകദം ലല്ലു ഹെനാ. ലല്ലു മാനെ കുട്ടി, കൊച്ചുകുട്ടി എന്നൊക്കെ പറഞ്ഞു. ലല്ലു ഏകദം ലല്ലു ഹി ഹേ, ഏക്ക് ചോക്കരാ ഹേ. ലല്ലു ഒരു കുട്ടി തന്നെയാണ്, ഇവക്കൊന്നും അറിയില്ല. ബാബാനെ ബതായാ താ നാ കി ഇസി ടവർ സെ ദൂസരെ ഗാവ് മേ ടിവി ആത്ത ഹേ. ബാബാനെ, പിതാനെ, അച്ഛൻ പറഞ്ഞിരുന്നു, ഈ ടവറിൽ നിന്നുമാണ് അടുത്ത ഗ്രാമത്തിലൊക്കെ ടി വി എത്തുന്നത്. ക്യോംകി ഹമാര ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹേ, നമ്മുടെ ഗ്രാമത്തിൽ എത്താത്തത് നമ്മുടെ ഗ്രാമം ഈ പർവ്വതത്തിന്റെ ഇപ്പുറത്താണ്. ഇസ് തരഫ് ഹേ, ഇസ് പാർ ഹേ, ഹമാരെ में नहीं आता है, इसलिए हमारे गांव में टीवी नहीं आता है या सिग्नल नहीं मिलता है. चुनी हाँ, मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. मेरे बापू ने तो ബക്സ, ബക്സ മാനെ ടി വി അല്ലെങ്കിൽ ബോക്സ് എന്നൊക്കെയുള്ള അർത്ഥം, ടി വിയുടെ ഒരു പെട്ടി. അവർ ആന്റിന ബി ഖരീദ് ലിയാ താ, ആന്റിനയും ടി വി ഒക്കെ വാങ്ങി, പക്ഷേ സിഗ്നൽ കിട്ടാത്തത് കൊണ്ടാണ് ടി വി നമ്മുടെ വീട്ടിലില്ലാത്ത. ഹംനെ ആന്റിന കോ ഹർ തരഫ് ഘുമായാ താ, സബ് തരഫ് ഘുമായ പർ ടി വി പകടാ ഹി നഹി. ഞങ്ങൾ ആന്റിനയൊക്കെ തിരിച്ചു നോക്കിയിരുന്നു, പക്ഷേ ടി വി കിട്ടുന്നില്ല. ടി വിയിൽ ആന്റിന ഉണ്ടോ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ടി വിക്ക് ആന്റിനയൊക്കെ ഉണ്ടോ? ഉണ്ടോ അങ്ങനെ ഒരു സാധനം? ഇല്ല. ഇപ്പം കാലം കുറേ കൂടെ പുരോഗമിച്ച്, ടെക്നോളജിയൊക്കെ പുരോഗമിച്ചുകൊണ്ട് അങ്ങനെ ആന്റിനയുടെ ആവശ്യം. ആദ്യ കാലഘട്ടത്തിൽ ടി വി ഇറങ്ങുമ്പോൾ ടി വിയിൽ നിന്നും സിഗ്നൽ കിട്ടുന്നതിന് വേണ്ടി ഒരു ആന്റിനയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പല ഡയറക്ഷൻ. ഇപ്പം നമ്മൾ വീട്ടിലെ ചില വീടുകളിലൊക്കെ ഡിഷ് ഫിറ്റ് ചെയ്യല്ലേ, ഡിഷ് വീഡിയോ കോണും വീഡിയോ കോണും അതും ഇതുമൊക്കെ. നിനക്ക് അവിടെ റേഞ്ച് കുറവായിരിക്കും. ആർക്കും ക്ലിയർ ആവുന്നില്ല? മോളെ ഒരുവിധം റേഞ്ച് ഉള്ള സ്ഥലം നോക്കിയിട്ട് ചെയ്യും. നമുക്ക് റേഞ്ചിൽ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ടി വി അല്ല മൊബൈലിൻ്റെ. കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ ടെക്നോളജി ഇത്രയും പുരോഗമിക്കാത്തത് കൊണ്ട് ടി വിക്ക് നമുക്ക് ആൻറ്റിനയൊക്കെ ആവശ്യമായിരുന്നു. പിന്നെ ഇപ്പോഴുള്ളത് കണക്കുള്ള ടി വി ഒന്നും ലഭ്യമല്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ടി വിയുടെ ആൻറ്റിന ടവറോ ഒന്നും കാണാൻ സാധിക്കില്ല, എല്ലാം സാറ്റലൈറ്റ് ഉപയോഗിച്ചുള്ള സംപ്രേഷണമായതുകൊണ്ട്. ടി വി തോ ജാദു ഹേ, ഐസെ തോടെ ഹി പകടേഗാ, ഹായ് ക്യാ ചീസ് ഹേ ടി വി. ഗോവ് പറയാൻ ടി വി തോ ജാദു ഹേ. ജാദു മാനെ ഒരു മാന്ത്രികൻ. ടി വി എന്ന് പറയുന്നത് ഒരു മാന്ത്രികനാണ്, ഒരു മാന്ത്രിക പെട്ടിയാണ്. മാന്ത്രികനെ അങ്ങനെയൊക്കെ കൈക്കലാക്കാൻ പറ്റുമോ, പിടിക്കാൻ പറ്റുമോ?
ഐസെ തോടെ ഹി പകടേഗ. അവനെ അങ്ങനെ പെട്ടെന്ന് പിടുത്തം കിട്ടുമോ? ടി വി സിഗ്നൽ അങ്ങനെ കിട്ടുമോ? അവനൊരു മാന്ത്രികനല്ലേ? ഹാ യേ ചീസ് ഹേ ടി വി, ക്യാ ചീസ് ഹേ ടി വി. എന്തൊരു അത്ഭുതകരമായ ഉപകരണമാണ് ടി വി. ഗോവു ടി വി की यादों में खोया हुआ आगे बढ़ता है, बाकी दोनों उसके पीछे पीछे चल रहे हैं. ഗോവു ടി വി की यादों में, യാദ് മനെ സ്മരണ, ഓർമ്മ എന്നൊക്കെയുള്ള അർത്ഥം. യാദ് മേ കോയാ ഹുവ, കോന മനെ മുഴുകുക, ടി വി കണ്ട ആ ഓർമ്മയിൽ മുഴുകിക്കൊണ്ട് ആകെ ബെടുത്താഹെ, ആകെ ജാത്താഹെ, മുൻപോട്ട് പോകുന്നു. ബാക്കി दोनों उसके पीछे पीछे चल रहे हैं. और चुन्नी और उसके साथ साथ चलता है. ക്ലിയർ ആയോ രണ്ടാമത്തെ സീന്? കൂടുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാകും. അകല സീൻ 3 है. तीसरा सीन, മൂന്നാമത്തെ സീൻ. മനോഹർ ചാച്ചാ के घर का कमरा, सुबह के 8 बजे. ഇനി മൂന്നാമത്തെ രംഗം നമ്മൾ കാണുന്നത് മറ്റൊരു ദൃശ്യമാണ്. മനോഹർ ചാച്ചാക്കെ ഘർ കാ കമര. മനോഹർ ചാച്ചായുടെ, അതായത് ഗോപുവിൻ്റെ ഒരു ബന്ധുവിൻ്റെ, മനോഹർ ചാച്ചയുടെ വീട്ടിലെ ഒരു മുറിയാണ് കാണുന്നത്. സുബഹ് 8 ബജെ. ഈ സംഭവം നടക്കുന്നത് രാവിലെ 8 മണിക്കാണ്. ഇപ്പോൾ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉച്ച കഴിഞ്ഞാൽ 2 മണി 3 മണി സമയത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലെ കാണുന്ന അടുത്ത രംഗം എന്ന് പറയുന്നത്, മൂന്നാമത്തെ രംഗം എന്ന് പറയുന്നത് 8 മണിക്ക് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഒരു ഭാഗം ചിത്രീകരിക്കുന്നതാണ്. ടി വി पर 26 जनवरी की परेड आ रही है. गोबू और उसके बाबा टकटकी लगाए देख रहे हैं. मनोहर चाचा बगल में बैठे हैं. टीवी में झांकियां चल रही है और एक कमेंट्री भी. അവിടെ കാണുന്ന രംഗമാണ് പറഞ്ഞിരിക്കുന്നത്. ടി വി पर 26 जनवरी की परेड आ रही है. ജനുവരി 26 की. എന്താ ജനുവരി 26ന്റെ പ്രത്യേകത? ജനുവരി 26ന്റെ പ്രത്യേകത എന്താ? 26 ജനുവരി റിപ്പബ്ലിക് ദിനം. അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിന് നാട്ടിലൊക്കെ ആഘോഷങ്ങൾ നടക്കാറുണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ട്. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നാട്ടിലെങ്ങും വളരെയധികം ആഘോഷങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ടി വിയിൽ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വരും. അവരതിങ്ങനെ ഗോപു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ടി വി पर 26 जनवरी की परेड आ रही है. പരേഡ് നടക്കുക. ഗോപു और उसके बाबा, ഗോപു और उसके पिता ടക്കി ലഗായെ ദേഖ് രഹേ ഹെ. ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടി വിയിൽ. മനോഹർ ചാച്ച ബഗൽ മേ ബൈഠേ ഹെ. ബഗൽ മേ മനെ സൈഡിൽ, പാർശ്വത്തിൽ. മനോഹർ ചാച്ച ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. ടി വി മേ ജാങ്കിയാൻ ചൽ രഹി ഹെ. ജാങ്കി മാനെ നിശ്ചല ദൃശ്യങ്ങൾ, പ്ലോട്ടുകൾ. ആ പരേഡിൽ പല പല പ്ലോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. और एक कमेंट्री भी साथ साथ. കമൻട്രി അംഗ്രേസി ശബ്ദ ഹെ. കമൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? വിവരണം. കമൻട്രി വിവരണം. ഇതിനെക്കുറിച്ചുള്ള വിവരണവും കേൾക്കുന്നുണ്ട്. ടി വി സെ ആത്തി കമൻട്രി. ടി വിയിൽ നിന്ന് വരുന്ന കമൻട്രി. और एक है झांकी असम राज्य की, आगे आगे बीहू नृत्य करती मक्लाई. ടി വിയിൽ നിന്ന് കേൾക്കുന്ന കമൻട്രി അവിടെ വരികയാണ്. അവർ ഏക്ക് ജാങ്കി ഹെ അസം രാജ്യക്ക്. ഈ പ്ലോട്ട് അവതരിപ്പിക്കുന്നത് ആസാം സംസ്ഥാനമാണ്. രാജ്യമാനെ സ്റ്റേറ്റ്, സംസ്ഥാനം എന്നുള്ള അർത്ഥം. ആകെ ആകെ ബീഹു നൃത്യ കർത്തി മക്കളായി. ഒപ്പം തന്നെ അവരുടെ നൃത്തമായിട്ടുള്ള ബീഹു നൃത്തം ചെയ്യുന്ന മഹിളകള്, സ്ത്രീകള്. ഗോപു ബാബ യഹ് ആവാസ് കഹാം സെ ആ രഹി ഹെ. ഇത് കേട്ടപ്പോൾ ഗോപു ചോദിക്കുകയാണ്, ബാബാ അച്ഛാ, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഈ ദൃശ്യം കാണുന്നതിനോടൊപ്പം ടി വിയിൽ നിന്ന് ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? മനോഹർ ചാച്ച യഹ് ബി ടി വി സെ ഹി ആ രഹി ഹെ ഗോപുലാൽ. മനോഹർ ചാച്ച പറയാണ്, ഗോപു മോനെ ഗോപു, ഈ ശബ്ദവും ടി വിയിൽ നിന്നാണ് വരുന്നത്. ഗോപു ജാദു ഹെ നാ. ഗോപു പറയാണ്, ഓ ഒരു അത്ഭുതം തന്നെ.
മാന്ത്രിക വിദ്യ തന്നെ ടി വി എന്ന് പറയുന്നത്. മൂന്നാമത്തെ സീൻ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി. ഇനി നാലാമത്തെ സീനാണ്. ചൗദാ സീൻ. പഹാഡി സടക്ക് ശാം കെ 4 ബജെ. വീണ്ടും പഴയ രംഗത്തിന്റെ ബാക്കിയിലേക്ക് വന്നിരിക്കുകയാണ്. പഹാഡി സടക്ക്, സടക്ക് മാനെ റോഡ്. ശാം കെ 4 ബജെ. ശാം മാനെ ഈവനിങ്, വൈകുന്നേരം. 4 ബജെ, സമയം ഇപ്പോൾ 4 മണിയായിരിക്കും. ഈ സമയമൊക്കെ കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? എന്തിനായിരിക്കും ഈ സമയം കൊടുക്കുന്നത്? തിരക്കഥയിൽ സമയം അതിനനുസരിച്ച വൈകുന്നേരത്തെ അനുസ്മരിക്കത്തക്ക രീതിയിൽ തോന്നത്തക്ക രീതിയിലുള്ള ദൃശ്യങ്ങളായിരിക്കണം, വെളിച്ചവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം ക്രമീകരിക്കേണ്ടത്. ആരവിടെ देखिए, तीनों बच्चे सड़क किनारे चल रहे हैं. गोबू, जादू था सचमुच. चलो अब सड़क पार करनी है. सड़क पार करने की कोशिश. सामने से तेजी से एक बस आती है. चुन्नी दौड़कर पार कर लेती है. गोबू और लल्लू खड़े रह जाते हैं. बस में जोर से ब्रेक लगाता है. ड्राइवर गुस्से में सिर बाहर निकालता है. ड्राइवर, अबे देखे चलो. गोबू और लल्लू जल्दी से सड़क पार करते हैं. നാലാമത്തെ ദൃശ്യം ഇതാ. തീനോ ബच्चे സടക്ക് കിനാരെ ചൽ രഹേ ഹെ. 3 കുട്ടികളും സടക്ക് കെ കിനാരെ, കിനാരെ മാനെ സൈഡ്, അരിക് എന്നൊക്കെ അർത്ഥം. റോഡിനരികിലൂടെ 3 കുട്ടികളും നടക്കുകയാണ്. ഗോപു, ജാദൂ താ സച്ച്മുച്ച്. ഗോപു പഴയ TV കണ്ട ഓർമ്മയിലാണ് നടക്കുന്നത്. ഇപ്പോൾ പറയുകയാണ് അവൻ, സ്വന്തം ഇങ്ങനെ ഡയലോഗ് പറയുകയാണ്, മോണോലോഗായിട്ട് പറയുകയാണ്. ജാദൂ താ സച്ച്മുച്ച്. അതൊരു അത്ഭുതമായിരുന്നു അന്ന് TV കണ്ടത്. ചലോ അബ് സടക്ക് പാർ കർണി ഹേ. പറയാൻ സടക്ക് പാർ കർണി ഹേ. സടക്ക് പാർ കർണ, റോഡ് അപ്പുറേ കടക്കുക, മറുകര എത്തുക, മറു സൈഡിലേക്ക് പോവുക, ക്രോസ് ചെയ്യുക. അപ്പോൾ സടക്ക് പാർ കർണി ഹേ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. സടക്ക് പാർ കർണേ की कोशिश. तीनों बच्चे सड़क पार करने की कोशिश करता है, परिश्रम करता है. सामने से तेजी से एक बस आते हैं. तेजी से माने स्पीडिल, വേഗതയിൽ एक बस आती है. चुन्नी दौड़कर पार कर लेती है. चुन्नी ഓടി റോഡിന് മറുവശം എത്തുന്നു, അപ്പുറേ കിടക്കുന്നു. ഗോപു അവർ ലല്ലു ഖടേ രഹ് ജാത്തേ ഹെ. ഗോപു ലല്ലു ഇപ്പുറം തന്നെ നിന്നു പോകുന്നു. ബസ് മേ സോർ സെ ബ്രേക്ക് ലഗാത്താ ഹെ. ഡ്രൈവർ ശക്തിയിൽ ബ്രേക്ക് ചെയ്യുന്നു ബസ്. ഡ്രൈവർ ഗുസ്സേ മേ സിർ ബാഹർ നികാൽത്താ ഹെ. ഡ്രൈവർ ഗുസ്സേ മേ, ഗുസ്സേ മാനെ ദേഷ്യം, ആങ്കറി. ഡ്രൈവർ ഗുസ്സേ മേ സിർ ബാഹർ നികാൽത്താ ഹെ. ദേഷ്യപ്പെട്ട് ഡ്രൈവർ തല വെളിയിലേക്കിട്ട് കുട്ടികളോട് എന്ത് പറയുന്നതാണ്. അപ്പൊ ദേക്കച്ചലോ, ശ്രദ്ധിച്ചു പോകണം. ഗോപു ഓർ ലല്ലു ജൽദി സെ സടക്ക് പാർ കർത്തേ ഹെ. ഈ സമയത്ത് ഗോപുവും ലല്ലുവും റോഡ് മുറിച്ച് കിടക്കുന്നു, അപ്പുറേ എത്തിച്ചേരുന്നു. ചുന്നി, തും ലോഗ് സച്ച് മേ ചോട്ടെ ബच्चे ഹെ. സടക്ക് പാർ കർണാ ഭി നഹി ആത്താ. അപ്പം ചുന്നി പറയുകയാണ്, ആദ്യം അപ്പുറം എത്തിയ ചുന്നി പറയുകയാണ്, തും ലോഗ് സച്ച് മേ ചോട്ടെ ബच्चे ഹോ. നിങ്ങൾ വാസ്തവത്തിൽ കൊച്ചു കുട്ടികളാണ്. സടക്ക് പാർ കർണാ ഭി നഹി ആത്താ. റോഡ് മുറിച്ചു കിടക്കാൻ പോലും അറിയാത്ത കൊച്ചു കുട്ടികളാണല്ലോ നിങ്ങൾ. ഗോപു, ചേംതേ ഹുയേ ജൽദി ചലോ അബ് ദേർ ഹോ രഹി ഹേ. ഗോപു ചേംതേ ഹുയേ. ചേമ്പിന മാനെ ലജ്ജയോടെ, നാണത്തോടെ. ഏറ്റവും വലിയവൻ, മുതിർന്നവനായിട്ടുള്ള ഗോപുവിന് അതൊരു ഷെയിമായി തോന്നുന്നു. ചേമ്പിന മാനെ ഷെയിം. ലജ്ജയോടെ, നാണത്തോടെ ഗോപു പറയുകയാണ്, ജൽദി ചലോ അബ് ദേർ ഹോ രഹി ഹേ. വേഗം നടക്ക്, സമയം പോകുന്നു എന്ന് ഗോപു പറയുകയാണ്. അത് ക്ലിയർ ആയോ? നാലാമത്തെ സീന്. ഇപ്പോൾ 3 കുട്ടികളും TV കാണുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവരിപ്പോൾ ഒരു റോഡ് അങ്ങനെ മുറിച്ച് കടന്ന് അപ്പുറത്ത് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത